തിരമാലകൾ കരയോട് കളിച്ചു പായുന്ന ഒരു മധ്യാഹ്നം. ഇന്ന് ഞാൻ ഇവിടെ എത്തിയത് ഒരു യാത്രയ്ക്കായിട്ടല്ലായിരുന്നു, ഒരു അനുഭവത്തിനായി, ഒരു ഓർമ്മയ്ക്കായി. സന്തോഷം തിരയാനല്ല, അത് തിരഞ്ഞെടുക്കാനായിരുന്നു. ജീവിതം എപ്പോഴും നമ്മളോട് ചോദ്യങ്ങൾ ചോദിക്കും. നീ എന്താണ് ആഗ്രഹിക്കുന്നത്? അതിന് നാം തന്നെ ഉത്തരം പറയണം. ചിലപ്പോൾ മഴയുണ്ടാകും, ചിലപ്പോൾ സൂര്യപ്രകാശം. പക്ഷേ സന്തോഷം അതൊരു മനോഭാവമാണ്, സാഹചര്യം അല്ല. എത്രയും ലളിതമായ കാര്യങ്ങളിൽ സന്തോഷം കണ്ടെത്തുമ്പോഴാണ് ജീവിതം മനോഹരമാകുന്നത്. ഒരു കാറ്റ് മുഖത്ത് തട്ടുമ്പോൾ, തിരമാലയുടെ ശബ്ദം കേൾക്കുമ്പോൾ അവിടെ ഒരു സമാധാനമുണ്ട്. അത് പണം കൊണ്ടോ അധികാരം കൊണ്ടോ ലഭിക്കില്ല. സന്തോഷം നമ്മൾ ഉണ്ടാക്കേണ്ടതല്ല, അത് തിരഞ്ഞെടുക്കേണ്ടതാണ്. നാം ഓരോ ദിവസവും പറയണം, ഇന്ന് ഞാൻ സന്തോഷവാനാകും. കാരണങ്ങൾ ഇല്ലെങ്കിലും നന്ദി പറയാനുള്ള കാരണങ്ങൾ നമുക്കുണ്ടാകും. ആലപ്പുഴയുടെ ഈ കടൽ പോലെ ജീവിതം മാറി മാറും. എന്നാൽ ഓരോ തിരമാലയും നമ്മെ ഓർമ്മിപ്പിക്കുന്നു, നമ്മുടെ മനസ്സ് സമാധാനത്തിന്റെ തീരത്ത് നിൽക്കാൻ കഴിയും. സന്തോഷം പുറത്തല്ല, അത് നമ്മുടെ ഉള്ളിലുണ്ട്. ഇത് എൻ്റെ ചെറിയ യാത്ര, ഒരു ഓർമ്മ, ഒരു തിരിച്ചറിവ്. സന്തോഷം നമുക്ക് ലഭിക്കേണ്ടതല്ല, തിരഞ്ഞെടുക്കേണ്ടതാണ്. നിങ്ങളും ഇന്ന് അത് തിരഞ്ഞെടുക്കുക. സന്തോഷം ഒരു തിരഞ്ഞെടുപ്പാണ്. ഇന്ന് ആലപ്പുഴ കടപ്പുറത്ത് ചിലവിട്ട ചില നിമിഷങ്ങൾ ജീവിതത്തിന്റെ ചെറിയ സന്തോഷങ്ങളെ ഓർക്കാനായി. സന്തോഷം തിരയേണ്ടതല്ല, തിരഞ്ഞെടുക്കേണ്ടതാണ്. ജീവിതത്തിലെ ഓരോ നിമിഷവും നമുക്ക് സന്തോഷം കണ്ടെത്താൻ ഒരു അവസരമാണ്. ഇന്ന് ഇവിടെ ചെലവിട്ട ചെറിയ ഈ യാത്രയിലൂടെ ജീവിതം നമ്മോട് പറയുന്ന വലിയൊരു സത്യം ഞാൻ അനുഭവിച്ചു. ഹാപ്പിനെസ് ഈസ് എ ചോയ്സ്, നോട്ട് എ കണ്ടീഷൻ. നാം തിരഞ്ഞെടുക്കുന്ന മനോഭാവമാണ് നമ്മുടെ ദിനം നിശ്ചയിക്കുന്നത്. മഴയുണ്ടായാലും സൂര്യപ്രകാശമുണ്ടായാലും സന്തോഷം നമ്മളിൽ നിന്നാണ് ഉദിക്കുന്നത്. ഈ വീഡിയോ നിങ്ങളുടെ മനസ്സിൽ ഒരു ചെറിയ ശാന്തതയും ചോദനവും നൽകുമെന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങൾക്കും സന്തോഷം തിരഞ്ഞെടുക്കാൻ തയ്യാറാവും. ലവ് യു ഓൾ, ബി ഹാപ്പി. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻക്രീസ് സെൽഫ് കോൺഫിഡൻസ്, ചലഞ്ച് നെഗറ്റീവ് ബിലീഫ്സ്. ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നതിന് നെഗറ്റീവ് വിശ്വാസങ്ങളെ വെല്ലുവിളിക്കുക. സ്വയം സംശയിക്കുന്നതിനെയോ പരിമിതപ്പെടുത്തുന്ന വിശ്വാസങ്ങളെയോ തിരിച്ചറിയുകയും നേരിടുകയും ചെയ്യുക.